ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹരീഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമുക്കറിയാം, COVID-19 എന്ന മഹാമാരി ലോകത്ത് മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, അതായത് UG പ്രോഗ്രാമുകൾ, MBBS പോലെയുള്ള അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഒക്കെ പോലെയുള്ള UG പ്രോഗ്രാമുകൾ, PG പ്രോഗ്രാമുകൾ, PG ഡിപ്ലോമ പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ, PhD പ്രോഗ്രാമുകൾ, ഇതെല്ലാം ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ, അതായത് MBBSനൊക്കെ 6000 രൂപ ഇയർലി ഫീസ് ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ BSc നഴ്സിങ്ങിന് ഏകദേശം 4000 രൂപയ്ക്ക് ഇയർലി ഫീസിൽ പഠിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന് പറ്റുന്നൊരു സ്ഥാപനമുണ്ട്. പോണ്ടിച്ചേരിയിൽ ഫ്രഞ്ച് ഗവൺമെൻറ് സ്ഥാപിച്ച, ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരുപാട് നാളുകൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം പോണ്ടിച്ചേരി ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്ത ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലേക്ക് മാറിയ, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിലേക്ക് മാറിയ ജിപ്മർ എന്ന സ്ഥാപനത്തെക്കുറിച്ച്, ആ സ്ഥാപനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന UG, PG, ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD പ്രോഗ്രാമുകൾ, അതുപോലെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ, ഇതിൻ്റെയൊക്കെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ച്, ഇതിൻ്റെയൊക്കെ എലിജിബിലിറ്റിയെക്കുറിച്ച്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച്, ഏത് സമയത്താണ് ഇതിനെ കോൾ ഫോർ ചെയ്യാറുള്ളത്, ഇതിനെങ്ങനെയാണ് എൻട്രൻസ് നടത്താറ്, അല്ലെങ്കിൽ എൻട്രൻസ് ഇല്ലാത്ത കോഴ്സ് ഉണ്ടോ, അതിനെങ്ങനെ ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റിലേക്ക് കിടക്കാം. ജിപ്മർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ, ശരിക്കും പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ രാജ്യത്തെ തന്നെ അഭിമാനകരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ എന്ന പേരിൽ അറിയപ്പെടുന്ന പോണ്ടിച്ചേരിയിലുള്ള മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒട്ടനേകം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിസിൻ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന പൂർണ്ണ രൂപത്തിലുള്ള ഈ സ്ഥാപനം 1823 ഫ്രഞ്ച് ഗവൺമെൻറ്റാണ് ഇത് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. അതിനുശേഷം 2008 ശരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതൊരു ഫാമിലി ആൻഡ് ഹെൽത്ത് വെൽഫെയറിൻ്റെ കീഴിലേക്ക് മാറ്റിയത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലേക്ക് മാറ്റുന്നത് 2008. ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി MBBS പോലുള്ള ബിരുദങ്ങളും, അതുപോലെ BSc നഴ്സിംഗും, MSc നഴ്സിംഗും, അതുപോലെ MD പോലുള്ള ബിരുദാനന്തര ബിരുദ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന രാജ്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജിപ്മർ, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിസിൻ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അവർക്ക് ഒരുപാട്, ഏകദേശം 192 ക്യാമ്പസുകളിലാണ്, 192 ഏക്കറുള്ള ക്യാമ്പസിലാണ് ഇത് ഇന്ന് പോണ്ടിച്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്താണ്, എന്നാൽ ട്രെയിൻ കണക്ടിവിറ്റിയും എല്ലാം ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളുമൊക്കെ വളരെ അടുത്തുള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ MBBS പോലുള്ള ബിരുദങ്ങൾ സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫീസ് കുറഞ്ഞിട്ട് ഏകദേശം 5973 രൂപയൊക്കെയാണ് ഇയർലി ഫീസ് MBBSന് വരുന്നുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് അത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണെന്ന് നമുക്ക് നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ, UG പ്രോഗ്രാമുകൾ, അതായത് +2 ബേസ് ചെയ്തിട്ടുള്ള, അതിൽ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ, അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രോഗ്രാമുകൾ, ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ, PhD പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ, ഇത്തരത്തിലുള്ള ഒട്ടനേകം കോഴ്സുകളുണ്ട്. അതിൽ ആദ്യം നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ, UG പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 145 സീറ്റ് നോർമലായിട്ടും, അതുപോലെ 5 സീറ്റ് NRIകൾക്കും റിസർവ് ചെയ്തിട്ടുള്ള, ടോട്ടൽ 150 സീറ്റുകളുള്ള 5.5 വർഷത്തെ കോഴ്സും, അതുപോലെ 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പുമുള്ള MBBS പ്രോഗ്രാമാണ് ആദ്യം പറയുന്നത്. ഇതിൻ്റെ അഡ്മിഷൻ എല്ലാ വർഷവും നടത്താറുണ്ട്. അതുപോലെ തന്നെ മാർച്ച് മാസത്തിലാണ് ഇതിനെ കോൾ ഫോർ ചെയ്യാറുള്ളത്. നോർമലായിട്ട് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഒട്ടുമിക്ക ന്യൂസ് പേപ്പറിലും ഇതിൻ്റെ അഡ്മിഷൻ്റെ കോൾ ഫോർ ചെയ്യാറുണ്ട്. ഓൺലൈനായിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ജിപ്മറിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.jipmer.edu.in എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കോഴ്സുകൾ 3rd വീക്ക് ഓഫ് ജൂലൈയിലാണ് ക്ലാസ്സസ് നടത്താറ്. അഡ്മിഷൻ എൻഡ് ചെയ്യുക സെപ്റ്റംബർ 30 സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫീസാണ്, സെൽഫ് ഫിനാൻസിങ് സ്കീമിലാണെങ്കിൽ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം $75,000 ഫസ്റ്റ് ഒരു 1 ടൈം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതെന്നാണ് ഇതിനകത്ത് കാണിച്ചത്. സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് UG പ്രോഗ്രാം, MBBS, അതായത് നിങ്ങൾക്കറിയാം കൂടുതൽ പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സും കൂടിയാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് BSc നഴ്സിംഗ് ആണ്. സാധാരണ നഴ്സിംഗ് മേഖലയിൽ ഇനി ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന ഒരു ഏരിയയും കൂടി ആയിരിക്കും നഴ്സിംഗ് എന്ന്. കാരണം നമുക്കറിയാം COVID-19 ഈ ലോകം മുഴുവൻ വ്യാപിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയ ഒരു ഏരിയയും കൂടിയാണ് ഈ പറയുന്ന നഴ്സിംഗ്. അല്ലെങ്കിൽ നമ്മുടെ മലയാളി നഴ്സുമാർക്ക് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും വളരെ സ്വീകാര്യതയുള്ളൊരു ടൈം കൂടിയാണ്.
ഇപ്പോൾ BSc നഴ്സിംഗിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ് യോഗ്യത. അതിൻ്റെ ഫീസ് ഏകദേശം 3760 രൂപയാണ് ഇയർലി ഫീസായിട്ട് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്ര സീറ്റുകൾ അവൈലബിൾ ആണ്, അതിന് ഏത് സമയത്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇയർലി എല്ലാ വർഷവും ഇതിനു വേണ്ടി കോൾ ഫോർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ സബ്മിഷനാണ്. ഫോം സബ്മിഷൻ എല്ലാം ഓൺലൈനിലാണ്. ജിപ്മറിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, www.jipmar.edu.in എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്തതായി പറയുന്നത് BSc അലൈഡ് ആൻഡ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ഏകദേശം 58 സീറ്റുകളോളം ഇതിന് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വർഷത്തെ പ്രോഗ്രാമാണ്. ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ആപ്ലിക്കേഷൻ ക്ഷണിക്കും. ഓൺലൈനായി നേരത്തെ പറഞ്ഞ പോലെ ജിപ്മറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് സൺഡേ ഓഫ് ജൂലൈയിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറ്. കോഴ്സുകൾ അതുപോലെ തന്നെ ഫസ്റ്റ് വീക്ക് ഓഗസ്റ്റിൽ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യും. അഡ്മിഷൻ പ്രൊസീജിയർ സെപ്റ്റംബർ 30 ആകുമ്പോഴേക്ക് തീരും. ഇനി ഈ പറയുന്ന 58 സീറ്റുകൾ എവിടേക്കാണ്? ഇപ്പം നേരത്തെ പറഞ്ഞ 3 വർഷത്തെ 58 സീറ്റുകൾ എവിടേക്കാണെന്നുള്ളതാണ്. ഒന്ന് BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്, 4 അതിനാണ് 30 സീറ്റ്. പിന്നെ 4 സീറ്റ് കൊടുത്തിരിക്കുന്നത് BSc കാർഡിയക് ലബോറട്ടറി ടെക്നോളജി, അതുപോലെ തന്നെ BSc ഡയാലിസിസ് ടെക്നോളജി, BSc ന്യൂറോ ടെക്നോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, അതുപോലെ തന്നെ BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, അതുപോലെ തന്നെ BSc റേഡിയോ തെറാപ്പി ടെക്നോളജി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന പ്രോഗ്രാമിന് 10 സീറ്റുകളും അവൈലബിൾ ആണ്. ഇനി പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് PG പ്രോഗ്രാമുകളാണ്, അതായത് MD MS പ്രോഗ്രാമുകൾ. ഇതിന് ഇയർലി 2 തവണയാണ് അഡ്മിഷൻസ് നടത്താറ്. ഒന്ന് ജനുവരിയിലും ഒന്ന് ജൂലൈ സെഷനിലേക്കും. ജനുവരി സെഷനിലേക്കും ജൂലൈ സെഷൻസിലേക്കാണ് അഡ്മിഷൻ നടത്താറ്. ഇത് ജനുവരി സെക്ഷനിലേക്ക് ഒക്ടോബറിൽ കോൾ ഫോർ ചെയ്യും. അതുപോലെ തന്നെ ജൂലൈ സെക്ഷന് ഏപ്രിലും കോൾ ഫോർ ചെയ്യും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ജിപ്മറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻസ് നടത്താറ് 4th സൺഡേ ഓഫ് നവംബറിലും അതുപോലെ തന്നെ 4th സൺഡേ ഓഫ് മെയ്യിലും 2 സെഷൻസിനും അങ്ങനെ സെപ്പറേറ്റ് ആണ് നടത്താറ്. ഇതിൻ്റെ ക്ലാസ്സസ് ഏകദേശം ജനുവരി 1-ാം തീയതി അതുപോലെ തന്നെ ജൂലൈ 1-ാം തീയതിയാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 31 അല്ലെങ്കിൽ ജൂലൈ 31 ഡേറ്റാണ്. അതായത് 2 സെക്ഷനിൽ സെപ്പറേറ്റ് ഡേറ്റുകളാണുള്ളത്. ഇതിന് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 200 സീറ്റുകൾ അവൈലബിൾ ആണ്. അതായത് ജനുവരി സെക്ഷനിലേക്ക് 100 സീറ്റും അതുപോലെ ജൂലൈ സെക്ഷനിലേക്ക് 100 സീറ്റും. 3 വർഷത്തെ പ്രോഗ്രാമാണ്. നമുക്കറിയാം MD പ്രോഗ്രാമുകൾ, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിൽ ഒട്ടുമിക്ക എല്ലാ മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും MD കോഴ്സുകളും ജിപ്മറിൽ അവൈലബിൾ ആണ്. നമുക്ക് ഓൾറെഡി നോർമലി കാണാം. എല്ലാം ഞാൻ വായിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് കാണാവുന്നു. അതുപോലെ MS പ്രോഗ്രാമുകൾ, സർജറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ MS പ്രോഗ്രാമുകളും ജിപ്മറിൽ അവൈലബിൾ ആണ്. അടുത്ത് പറയാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് സയൻസ് MSc പ്രോഗ്രാമാണ്. MSc അലൈഡ് മെഡിക്കൽ സയൻസ് പ്രോഗ്രാമുകൾ മൊത്തം 25 സീറ്റുകളാണുള്ളത്. അതിലേതൊക്കെയാണ് എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ ഡ്യൂറേഷനുള്ള 2 കോഴ്സുകൾ, അതുപോലെ മെഡിക്കൽ ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ മെഡിക്കൽ ഫിസിയോളജി, ഇത് രണ്ടും 3 വർഷത്തെ കോഴ്സാണ്. അതുപോലെ MLT മൈക്രോബയോളജി, MLT സൈറ്റോപാത്തോളജി, അതുപോലെ തന്നെ മെഡിക്കൽ ഫിസിക്സ്, ഇത് 3 കോഴ്സുകളും 2 വർഷത്തെ പ്രോഗ്രാമുകളാണ്. ഇതിന് എല്ലാ വർഷവും അഡ്മിഷൻ കോൾ ഫോർ ചെയ്യാറുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട്, അതായത് ലാസ്റ്റ് സൺഡേ ഓഫ് ജൂലൈ, എല്ലാ വർഷത്തിലും ലാസ്റ്റ് സൺഡേ ഓഫ് ജൂലൈയിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 30-ാം തീയതിയാണെന്ന് പറയുന്നത്. അതുപോലെ ക്ലാസ് ഓഗസ്റ്റ് 1-ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി MSc നഴ്സിംഗ്, അതായത് 25 സീറ്റുകളാണ് അവൈലബിൾ. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. 2 വർഷത്തേക്ക് ഇതിന് എല്ലാ വർഷവും തന്നെ കോൾ ഫോർ ചെയ്യാറുണ്ട്. ഓൺലൈനായിട്ട് ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് സൺഡേ ഓഫ് ജൂലൈ ആണ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറ്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 1-ന് തന്നെയാണ്. ക്ലോസിംഗ് ഡേറ്റ്, അഡ്മിഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 30-ാം തീയതിയാണ്. ഇനി MSc കോഴ്സുകൾ ഏതൊക്കെ സ്പെഷ്യലൈസേഷൻസ് ആണെന്ന് പറഞ്ഞാൽ 5 സീറ്റുകൾ ഇതിനുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ്. ഒന്ന് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, 2 കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, 3ാമത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, 4ാമത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, 5ാമത് ഒബ്സ്ട്രക്റ്റിക്സ് ഗൈനക്കോളജി നഴ്സിംഗ് എന്നുള്ള രീതിയിലാണ്. നഴ്സിംഗിൻ്റെ 5 സീറ്റ് വീതമാണ് ഇതിലെ ഓരോ സ്പെഷ്യലൈസേഷനുമായിട്ട്. അങ്ങനെയാണ് ടോട്ടൽ 25 സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 വർഷമാണ് ഡ്യൂറേഷൻ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ്, MPH പ്രോഗ്രാമാണ്. ഇതിനും 25 സീറ്റ് അവൈലബിൾ ആണ്. 2 വർഷത്തെ കോഴ്സും അതുപോലെ 1 വർഷം കമ്പൽസറി ഇൻറ്റേൺഷിപ്പും ഉണ്ട്. ഇതിനും എല്ലാ വർഷവും തന്നെ ആപ്ലിക്കേഷൻ വിളിക്കാറുണ്ട്. ഓൺലൈനായിട്ട് ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് സൺഡേ ഓഫ് ജൂലൈയിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറ്.
ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സസ് ആണ്, അതായത് DM MCH പ്രോഗ്രാമുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിനും അഡ്മിഷൻ എടുക്കാറ്. അതിന് അപ്ലൈ ചെയ്യേണ്ടത് www.jipmer.edu.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. 3rd Sunday ഓഫ് എവറി ഡിസംബർ ആൻഡ് ജൂൺ 2 തവണയാണ് കണ്ടക്ട് ചെയ്യാറ്. ജനുവരി ജൂലൈ 2 സെഷൻസിലേക്കാണ് അഡ്മിഷൻ എടുക്കാറുള്ളത്. അപ്പോൾ ആ 2 സെക്ഷൻസിലേക്കും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സസ് ഒരു സെക്ഷൻ്റെ ജനുവരി 1 രണ്ടാമത്തെ സെക്ഷൻ്റെ ജൂലൈ 1 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ഓഫ് മെഡിസിൻ DM പ്രോഗ്രാമിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിൻ്റെയും ഡോക്ടർ മെഡിക്കൽ പ്രോഗ്രാമുകൾ ഡോക്ടർ ഓഫ് മെഡിസിൻ പ്രോഗ്രാം അവൈലബിൾ ആണ്. 10 സീറ്റ് ജനുവരിയിലേക്കും അതുപോലെ 10 സീറ്റ് രണ്ടാമത്തെ ജൂലൈ സെക്ഷനിലേക്കുമാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇനി മാസ്റ്റർ ഓഫ് മീൻസ് MCH പ്രോഗ്രാമുണ്ട്. നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 16 സീറ്റ്സുകളാണ് അവൈലബിൾ. അത് 8 സീറ്റ് ജനുവരി സെക്ഷനിലേക്കും 8 സീറ്റ് ജൂലൈ സെക്ഷനിലേക്കുമാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സർജറി റിലേറ്റഡ് ആയിട്ടുള്ളതിനെയും MCH പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. ഇനി ഫെലോഷിപ്പ് പ്രോഗ്രാമുകളാണ് പറയുന്നത്, അതായത് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് പ്രോഗ്രാം. നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 12 സീറ്റുകളാണ് അവൈലബിൾ. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 ഇയർ ഡ്യൂറേഷനാണ്. അഡ്മിഷൻ നേരത്തെ പറഞ്ഞ പോലെ ആനുവലി ജൂലൈ സെഷനിലേക്കാണ് അഡ്മിഷൻ എടുക്കാറ്. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് www.jipmer.edu.in എന്ന സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട്, അതായത് 3rd Sunday ഓഫ് എവറി ജൂൺ എല്ലാ ജൂണിലും നടത്തുന്ന 3rd Sunday നടത്തുന്ന എൻട്രൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ എൻട്രൻസിൽ കിട്ടുന്ന മെറിറ്റ് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റോളജി, അതുപോലെ തന്നെ ട്രോപ്പിക്കൽ പാസിറ്റോളജി, അതുപോലെ കാർഡിയാക്കും ന്യൂറോ, അതുപോലെ ക്രിട്ടിക്കൽ കെയർ, അതുപോലെയുള്ള കുറച്ച് ഡിവിഷൻസും ഓൾറെഡി അവൈലബിൾ ആണ്. അതിനൊക്കെ സീറ്റുകൾ 3, 1, 4, 4 എന്ന രീതിയിൽ സീറ്റുകൾക്ക് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ജൂലൈ സെക്ഷൻസിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നത്. ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ ജൂലൈ സമയത്താണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി PhD പ്രോഗ്രാമാണ് ഡോക്ടർ ഓഫ് ഫിലോസഫി. ഇതിന് 18 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മിനിമം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം ഏറ്റവും കുറവ്, അല്ലെങ്കിൽ കൂടി പോയാൽ 5 വർഷം അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും ജൂലൈ സെക്ഷനിലേക്കാണ് അഡ്മിഷൻ എടുക്കാറ്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മന്ത് ഓഫ് മെയ് എല്ലാ ന്യൂസ് പേപ്പറിലും മന്ത് ഓഫ് മെയ്യിൽ ഇത് കോൾ ഫോർ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷന് ജിപ്മറിൻ്റെ വെബ്സൈറ്റ് www.jipmer.edu.in എന്ന വെബ്സൈറ്റ് വഴി എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട്, അതായത് ജൂൺ 3rd Sunday നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. അതുപോലെ ക്ലാസ് കമൻസ് ചെയ്യുന്നത് ജൂലൈ 1 അഡ്മിഷൻ പ്രൊസീജിയർ ജൂലൈ 31 കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അതിൻ്റെ സബ് ഡിവിഷൻസ് പറഞ്ഞു. അതുപോലെ ഡിപ്ലോമ സബ്ജക്റ്റുകൾ, അതായത് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എന്ന പ്രോഗ്രാമുണ്ട്. 50 സീറ്റ് അവൈലബിൾ ആണ്. 5 ഡിസിപ്ലിനിലായിട്ട് 1 ഇയർ പ്രോഗ്രാമാണ്. അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 2013 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് ചെയ്യേണ്ടത് www.jipmer.edu.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ചെയ്തത്. എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട്, അതായത് ഡിസംബറിലെ 1st സൺഡേയിലാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറ്. ഇതിൻ്റെ ക്ലാസ്സസ് ജനുവരി 1st വീക്കിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്, അത് അഡ്മിഷൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 30-ാം തീയതിയാണ്, സെപ്റ്റംബർ 30-ാം തീയതിയാണ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രാഞ്ചസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് ഉണ്ട്, അതുപോലെ കാർഡിയോ തൊറാസിക് നഴ്സിംഗ് ഉണ്ട്, അതുപോലെ ഓപ്പറേഷൻ റൂം നഴ്സിംഗ് ഉണ്ട്, ഓങ്കോളജി നഴ്സിംഗ് ഉണ്ട്, അതായത് നിയോനാറ്റൽ നഴ്സിംഗ് ഉണ്ട്. അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചസിലും ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 50 സീറ്റും അവൈലബിൾ ആണ്. 5 ഡിസിപ്ലിനായിട്ട് 50 സീറ്റുകൾ അവൈലബിൾ ആണ്. 1 ഇയർ പ്രോഗ്രാമാണ്, ഒരു വർഷത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ നോർമലി ബാക്കിയുള്ള ഒരുപാട് നഴ്സിംഗ് കോളേജസിലൊന്നും ഇതില്ല. കുറച്ച് റയർ ആയിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്, അധികം ആപ്ലിക്കേഷൻസ് ഇതിന് വരാറുണ്ട്, കാരണം ഒരു വർഷത്തെ പ്രോഗ്രാമാണല്ലോ. ജിപ്മറിൻ്റെ ഫീസ് സ്ട്രക്ചർ എല്ലാം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ഫീൽഡിൽ നോക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്ന ജിപ്മറാണെന്ന് ഞാൻ പറയും. കാരണം അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഏരിയയാണ്. വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാൻ പറ്റും.
കോവിഡിന് ശേഷം എന്തായാലും സാമ്പത്തികമായിട്ട് എല്ലാ ഏരിയയും വളരെ പിന്നോക്കം പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള MBBS പോലുള്ള ബിരുദ കോഴ്സുകൾക്കൊക്കെ വളരെ ഹൈ ഫീസ് കൊടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അടുത്തായി പറയുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സ്, EMCT എന്ന് പറഞ്ഞ കോഴ്സ്. അതിന് 20 സീറ്റ് അവൈലബിൾ ആണ്. ഒരു വർഷത്തെ കോഴ്സാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് എൻട്രൻസ് ഇല്ല എന്നാണ്. നിങ്ങൾ +2 മാർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അഡ്മിഷൻ നടത്തുന്നത്. ഇത് തന്നെ ഇതിന് എവറി ഇയർ, അതായത് ബിറ്റ്വീൻ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബറിലാണ് ഇത് കോൾ ഫോർ ചെയ്യാറുള്ളത്. നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി മാർക്കുകൾ ബേസ് ചെയ്തിട്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.